എന്തുണ്ട് വിശേഷം? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഉച്ച കഴിഞ്ഞതിന് ശേഷം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഹോസ്പിറ്റൽ സംബന്ധമായ ഒരു പ്രശ്നത്തിന് പോയി. അങ്ങനെ വീഡിയോ എല്ലാം പോയി. നമ്മുടെ ദൃശ്യത്തിൻ്റെ 200 കോടി അതിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നേരത്തെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 200 കോടി കിട്ടുമെന്ന്. അതുപോലെ കാട്ടാളൻ പടത്തിൻ്റെ റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്. പക്ഷേ രാത്രിയിൽ ഞാൻ കാട്ടാളൻ പടം കണ്ടു. അതിന് എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ഇനി റിവ്യൂവിൻ്റെ ഒന്നും കാര്യമില്ല. എല്ലാവരും റിവ്യൂ ഇട്ട് പടം മാറി. ആ അവസ്ഥയിൽ കാട്ടാളൻ പടത്തിൻ്റെ എൻ്റെ അഭിപ്രായം എന്താണെന്ന് ഞാനത് പറയാം. പിന്നെ നമ്മൾ ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ 200 കോടി പിന്നിടുന്ന ദൃശ്യം മറ്റൊരു ദൃശ്യവിസ്മയമായി മാറി. ലാലേട്ടൻ്റെ മൂന്നാമത്തെ 200 കോടി. അതിനെപ്പറ്റി എനിക്ക് ആവശ്യത്തിന് പറയാനുണ്ടേ, അതെല്ലാം പറയാം. പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് ദൃശ്യം ചിത്രത്തിൻ്റെ ഇന്നലത്തെ കേരള കളക്ഷൻ നമ്മൾ 5,55,00,000 രൂപയാണ്. അതിന് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാകാം. ചിലരൊക്കെ 5,74,00,000 പറയുന്നുണ്ട്. നമുക്ക് ഫാക്നിക്കിൻ്റെ അഭിപ്രായ പ്രകാരം 5,55,00,000 രൂപയാണ് ഇന്നലെ കളക്ട് ചെയ്തത് എന്ന് പറയുന്നു. അങ്ങനെ ടോട്ടൽ കളക്ഷൻ എന്ന് പറയുന്നത് 62,65,00,000 കേരള കളക്ഷൻ എത്തിയിരിക്കുന്നു. ഇന്നും മികച്ച രീതിയിലുള്ള കളക്ഷൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബുക്ക് മൈ ഷോയൊക്കെ നോക്കുമ്പോൾ മികച്ച രീതിയിലുള്ള ടിക്കറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. ഇത്രയും ദിവസമായിട്ടും ശനിയാണോ ഞായറാണോ തിങ്കളാഴ്ചയോ ഒന്നും വ്യത്യാസമില്ലാതെ മികച്ച രീതിയിലുള്ള കളക്ഷൻ. കേരളത്തിൽ നിന്ന് ശരാശരി എനിക്ക് തോന്നുന്നു ഒരു 5 കോടി ആവറേജ് റേഞ്ച് പോകുന്നുണ്ട്. ഇന്നും 5 കോടി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നുകൊണ്ട് 67 കോടിയിലേക്ക് കേരള കളക്ഷൻ എത്തും. പിന്നെ വേൾഡ് വൈഡ് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളും വിശേഷങ്ങളും ഒക്കെ കുറച്ച് കഴിഞ്ഞുള്ള വീഡിയോയിൽ നമുക്ക് നോക്കാം. കാരണം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയില്ല. ഇത് ഇറങ്ങിയതിന് ശേഷം ബുക്ക് മൈ ഷോയിലൂടെ വിറ്റ ടിക്കറ്റിൻ്റെ എണ്ണം നമ്മൾ പലപ്പോഴും കണക്ക് കൂട്ടാറുണ്ട്. എനിക്കൊന്ന് ആദ്യമേയൊക്കെ ഈ കണക്ക് കൂട്ടിയ പോലെ ഇപ്പോഴത്തെ കൃത്യമായിട്ടുള്ള കണക്ക് കിട്ടണമെന്നില്ല. കാരണം ഇപ്പം നമുക്ക് ആദ്യമേയൊക്കെ എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് കിട്ടാതെ വരുമ്പോൾ ബുക്ക് മൈ ഷോയിലൂടെ റിസർവേഷൻ ബുക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പോയി ടിക്കറ്റൊക്കെ കാണുന്നത്. ഇപ്പം നമ്മൾ തിയേറ്ററിൽ പോയൊക്കെ എടുക്കും. അതിൻ്റെ ഒന്നും കണക്ക് വരുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. അപ്പോൾ എന്നാലും ഇന്നലെയും 2 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റ് വിൽപ്പന നടന്നു എന്നുള്ളതാണ്. ഇന്നലെ വിറ്റത് 2,06,640 ടിക്കറ്റ് ഇന്നലെയും വിറ്റുമാറി. അപ്പം 2 ലക്ഷം എന്നുള്ളത് ദൃശ്യം ഇറങ്ങിയതിന് ശേഷം 2 ലക്ഷത്തിന് കുറവ് ടിക്കറ്റ് വിറ്റിട്ടേ ഇല്ല. 5 മുതൽ 5, 4, 3, 2 ദിവസമായിട്ട് 2,30,000, 2,30,000, 2,31,000, ഇപ്പം 2,06,000 ആ ലെവലിൽ തന്നെയാണ് കുറച്ച് ദിവസമായിട്ട് ടിക്കറ്റ് വിൽപ്പന പോകുന്നത്. സ്റ്റഡി കളക്ഷൻ തന്നെ, അതിന് യാതൊരുവിധ മാറ്റമില്ല. ഇന്നും ആ റേഞ്ചിൽ തന്നെ ടിക്കറ്റ് വിൽപ്പന ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നും മികച്ച രീതിയിലുള്ള കളക്ഷൻ സംഭവിക്കും. പിന്നെ ദൃശ്യം വേൾഡ് വൈഡ് 200 കോടി കടന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ പ്രത്യേകം ഇടാം. എല്ലാം കൂടെ പറഞ്ഞ് വീഡിയോ അങ്ങ് നീണ്ടുപോകും. പലരും പറയാറുണ്ട് ദീർഘമായ വീഡിയോ നമുക്ക് കേൾക്കാൻ സുഖമില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ സജീവമാക്കാം. ഇന്ന് നിങ്ങളൊന്നുമില്ല, സമയം കിട്ടുന്ന മുറയ്ക്ക് ഞാൻ ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് വീണ്ടും എത്താം. അപ്പം പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഒക്കെ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ ഓക്കെ ബൈ.